ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട സോണിയച്ചൻ, ഇന്നത്തെ സൺഡേ സ്കൂൾ വാർഷികാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി എത്തിയിട്ടുള്ള പെരിയ ബഹുമാനപ്പെട്ട മാത്യു അച്ഛ, ആശ്രമം സുപ്പീരിയർ അബ്രാഹം അച്ഛ, മറ്റ് വൈദികരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, സഭയുടെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം വിശ്വാസ പ്രഘോഷണമാണെന്ന് സഭയുടെ ആരംഭകാലഘട്ടം മുതൽ നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഒരു വിശ്വാസ സത്യമാണ്. പിതാവിൽ നിന്ന് കണ്ടത്, അനുഭവിച്ചത് പുത്രൻ തൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി. പുത്രനിൽ നിന്ന് കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ ശിഷ്യ സമൂഹം അടുത്ത തലമുറയ്ക്ക് പകർന്ന് നൽകി. വിശ്വാസ പരിശീലനം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പകർന്ന് നൽകലാണ്. അതാരാണ് നൽകേണ്ടത്? ക്രിസ്തുവിനെ അറിഞ്ഞ, ക്രിസ്തുവിനെ സ്നേഹിച്ച, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഓരോ വ്യക്തിയുടെയും കടമയാണത്. കുടുംബങ്ങളിലും നമ്മുടെ പള്ളികളിലും ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ ഗൗരവതരമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. നമ്മുടെ ഈ കോഴിപ്പള്ളി ആശ്രമത്തിൽ നടക്കുന്ന വിശ്വാസ പരിശീലനത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ആഘോഷ പരിപാടികൾ വിലയിരുത്തുന്നതിനും തിരിഞ്ഞു നോക്കുന്നതിനും കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയവരെ ആദരിക്കുന്നതിനുമായി നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുകയാണ്. ഇത്തരണത്തിൽ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഈ യോഗത്തിന് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സോണിയച്ചനാണ്. തൻ്റെ സ്വതസിദ്ധവും ചടുലവും ചലനാത്മകവുമായ പ്രവർത്തനങ്ങളിലൂടെ കോഴിപ്പള്ളിക്കാരുടെ മനം കവർന്ന സോണിയച്ചനാണ് ഈ സെൻറ്റ് അൽഫോൻസ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടർ സ്ഥാനം അലങ്കരിക്കുന്നത്. എല്ലാ ദിവസവും കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുവാനും അവരുമായി മധുരം പങ്കുവയ്ക്കുവാനും അച്ഛൻ കാട്ടുന്ന ആ ഒരു അത്യുത്സാഹം കുഞ്ഞുങ്ങളിലെ വിശ്വാസ പരിശീലന പരിപാടികളോടുള്ള ആഭിമുഖ്യം വളർത്താൻ ഏറെ സഹായകമാണ്. നിറഞ്ഞ പുഞ്ചിരിയോടെ, തികഞ്ഞ ആത്മാർത്ഥതയോടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി പോരുന്ന സോണിയച്ചനെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കോതമംഗലം കത്തീഡ്രൽ വികാരി വലിയ ബഹുമാനപ്പെട്ട മാത്യു അച്ഛനാണ്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന, തൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ വിജയത്തിൻ്റെ പൊൻതൂവൽ പാറിക്കുന്ന അച്ഛനെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയാനില്ല. ഏത് സങ്കീർണമായ വിഷയത്തെയും ഒരു ചെറു പുഞ്ചിരിയിലൂടെ പരിഹരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ കഴിവ്, ഏത് വിഷയവും ഗഹനമായി പഠിക്കുവാനും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുമുള്ള കഴിവ്, തന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളെല്ലാം വിശുദ്ധിയിലും വിജ്ഞാനത്തിൻ്റെ നിറവിലും അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുവാൻ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള ദൈവാശ്രയത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മ പരിപാടികൾ, ഇതെല്ലാം അദ്ദേഹത്തെ വ്യതിരിക്തമായ ഒരു വ്യക്തിത്വമായി അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നു. ഇന്ന് കോതമംഗലം കത്തീഡ്രലിൻ്റെ വികാരി എന്ന നിലയിൽ ഈ ഇടവക സമൂഹത്തിൻ്റെ, ഈ കൊച്ചു സമൂഹത്തിൻ്റെ നാഥനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ കുടുംബനാഥൻ അല്ലെങ്കിൽ അപ്പനായിട്ട് നമ്മുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ അദ്ദേഹം അച്ഛനിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അച്ഛനെ തികഞ്ഞ സ്നേഹത്തോടെ, വലിയ ആദരവോടെ ഈ കുടുംബ കൂട്ടായ്മയിലേക്ക്, ഈ സ്നേഹ സദസ്സിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഇന്ന് ഈ ആഘോഷ പരിപാടിക്ക് ആശംസ അർപ്പിക്കാൻ നമ്മുടെ കൂടെ ഉള്ളത് ബഹുമാനപ്പെട്ട അബ്രാഹം അച്ഛനാണ്, നമ്മുടെ ആശ്രമത്തിൻ്റെ സുപ്പീരിയർ. ഈ ആശ്രമത്തിൻ്റെ എല്ലാ പ്രവർത്തന കാര്യങ്ങളെയും നോക്കുകയും നിയന്ത്രിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത് ഇതിനെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന അബ്രാഹം അച്ഛനെ
ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കുവാൻ ചില പ്രത്യേക സാഹചര്യങ്ങളാൽ എത്തിച്ചേരാൻ ആയിട്ടില്ല. വഴിയിലായിരിക്കുന്ന ഇങ്ങോട്ടുള്ള യാത്രയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ ജെറി ഇടയ്ക്കാട് കൂടിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആദരണീയായ ഹെഡ് മിസ്ട്രസ് ലിസ സിസ്റ്ററിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാ രക്ഷിതാക്കളെയും എല്ലാ കുഞ്ഞുമക്കളെയും ഇന്ന് വിവിധ കലാവിരുന്നുകൾ അവതരിപ്പിക്കുന്ന എല്ലാവരെയും ശബ്ദവും വെളിച്ചവും പ്രദാനം ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരരെയും അഭ്യുദയാകാംക്ഷികളെയും ഈ വിരുന്ന് ആസ്വദിക്കാനെത്തിയിട്ടുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റാഫ് സെക്രട്ടറിയെയും എല്ലാ അധ്യാപകരെയും എല്ലാ ഗുരുതകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട സോണിയച്ച, ഈ ഭവനത്തിൻ്റെ സുപ്പീരിയറായിരിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം അച്ച, നമ്മുടെ ഇവിടുത്തെ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ലിസ, ഇതിലെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി SC ക്രിസ്റ്റഫർ, നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ജെറി ഇടയ്ക്കാട്ടുകൂടി, ഏറ്റവും സ്നേഹമുള്ള അധ്യാപകരെ, മതാധ്യാപകരെ, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വളരെ സന്തോഷത്തോടെയാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. കുട്ടികളുടെ കാറ്റഗിസം നടത്തിക്കൊണ്ടിരുന്ന ഒരു ദിവസം ഒരു സൺഡേയിൽ ഞാനിവിടെ വന്നിരുന്നു. ഇന്ന് നമ്മുടെ കത്തീഡ്രലിലാണേലും അവിടുത്തെയുള്ള സൺഡേ സ്കൂളിൻ്റെ വാർഷികം നമ്മളിന്ന് ആഘോഷിച്ചു. മൂന്നാമത്തെ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട പൈസ മലയക്കണ്ടത്തിലച്ഛനാണ് വന്നത്. അതിനുശേഷം വൈകുന്നേരം നമ്മുടെ ഇവിടെ സെയിൻറ്റ് അൽഫോൻസ ചർച്ചിനോട് ചേർന്നുള്ള നമ്മുടെ കാറ്റഗിസം സെൻറ്ററിലെ വാർഷിക ആഘോഷങ്ങൾ നടക്കുന്നു എന്നത് വളരെയധികം സന്തോഷം. ഞാൻ അധികം ഈ സെൻറ്ററുകളിലൊന്നും വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സദയം ക്ഷമിക്കണം. ഞാൻ ഈ അവസരം ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ഇവിടുത്തെ ബോയ്സ് ടൗണിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാർക്ക് നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മുടെ ഇടവക വളരെ വലുതാണ്. 2700ഓളം ഭവനങ്ങളുണ്ട്, കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും കത്തീഡ്രൽ പള്ളിയിലേക്ക് വരാൻ ദൂരത്തിൻ്റെ പ്രശ്നമുണ്ട്, സ്ഥലത്തിൻ്റെയും പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ഒരു സെൻറ്റർ നടത്തി ഈ ഇടവകയോട് ചേർന്ന്, ഇവിടെ നിങ്ങൾ കുർബാനയ്ക്ക് വന്നാലും നിങ്ങൾ എല്ലാവരും കത്തീഡ്രൽ ഇടവക്കാരാണ്. അതുകൊണ്ട് ഈ ഇടവകയോട് കത്തീഡ്രലിനോട് ചേർന്ന് ഇവിടെ അവർക്ക് വരുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുള്ള സൗകര്യം, നമ്മുടെ കുട്ടികൾക്ക് വേദപാഠം പഠിക്കുന്നതിനുള്ള സൗകര്യം എല്ലാം ഏർപ്പാടാക്കുന്ന ബഹുമാനപ്പെട്ട സുപ്പീരിയർ അച്ഛനും മറ്റു വൈദികർക്കും ഞാൻ ആദ്യം സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, കുട്ടികൾക്ക് നമുക്കറിയാം ഇതൊരു അക്കാഡമിക് പരിപാടി മാത്രമല്ല, കുറച്ചൊക്കെ അതിനകത്തുണ്ട്. അതിനും അപ്പുറത്ത് നമ്മുടെ കുട്ടികൾക്ക് വിശ്വാസം നേടിയെടുക്കാൻ അല്ലെങ്കിൽ വിശ്വാസത്തിൽ ശക്തിപ്പെടാൻ അതിൻ്റെ ഫലങ്ങളൊക്കെ കുറേ കാലം കഴിയുമ്പോഴാണ് കാണുന്നത്. ഞാൻ ഈ മെൽബണിലൊക്കെ ചെന്നപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് ഒന്നുമില്ല. നമ്മുടെ സീറോ മലബാറിൽ ഒറ്റ സിസ്റ്റർ പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അവിടെ ചെന്നപ്പോൾ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരാണ് വേദപാഠ അധ്യാപകരായിട്ടൊക്കെ ജോലി ചെയ്യുന്നതും കുട്ടികളെ ആദ്യ കുർബാനയ്ക്ക് ഒരുക്കുന്നതൊക്കെ. ഞാൻ ചിലരോട് ചോദിച്ചു, നിങ്ങൾ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പഠിച്ചു? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വേദപാഠം പഠിച്ചപ്പോൾ ഇച്ചിരി ഉഴപ്പൊക്കെ ആയിരുന്നു, സിസ്റ്റേഴ്സിനൊക്കെ തലവേദനയൊക്കെ കൊടുത്തിട്ടുണ്ട്, എങ്കിലും അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കുറേ ഗുണം കിട്ടി, അതിപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഈ അധ്യാപകർ ചെയ്യുന്ന വലിയ ശുശ്രൂഷയ്ക്ക് അവർക്ക് ഞാൻ നന്ദി പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ മാതാപിതാക്കന്മാർ, നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞു വിട്ട് പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ അവർക്ക് ഞായറാഴ്ചകളിൽ ഇങ്ങനെ വന്ന് വേദപാഠം പഠിക്കാനായിട്ട് തോന്നും. നമുക്കറിയാം, നമ്മൾ വിശ്വാസം പകർന്നു കൊടുക്കുന്നത് ഒന്നാമത് വീട്ടിലാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായ വിശ്വാസമൊക്കെ അവിടെ തന്നെ കിട്ടും. എങ്കിലും കുറച്ചും കൂടെ സഭയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ ഒരുക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കന്മാരായ നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യം, നിങ്ങൾ കൊടുക്കുന്നതൊക്കെയാണ് നിലനിൽക്കുന്നത്. എങ്ങനെ കുരിശു വരയ്ക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ മാതാപിതാക്കന്മാരെയൊക്കെ ബഹുമാനിക്കണം, എങ്ങനെ കൂദാശകളൊക്കെ സ്വീകരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ മാതാപിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടി. നമുക്കറിയാം, ഈ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ തലമുറ നമ്മൾ മിഷൻ ലീഗിൻ്റെ മുദ്രാവാക്യം വിളിക്കില്ലേ, തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. അതാണ് നമ്മുടെ പ്രത്യേകത.
അങ്ങനെ തലമുറകളിൽ നിന്ന് കിട്ടിയത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇന്ന് വളരെ വിഷമമുണ്ട്, എങ്കിലും അങ്ങനെ ചെയ്യുന്നു. ഇത് നമുക്കറിയാമല്ലോ, യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിശ്വാസം കൈമാറ്റം ചെയ്യുന്നത് മുഴുവനും കുടുംബങ്ങളിലാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ യഹൂദരുടെ വലിയ തിരുനാളാണ് കൂടാര തിരുനാൾ. കൂടാര തിരുനാളിന് ജെറുസലേം പട്ടണത്തിന് 25 മൈൽ ചുറ്റളവിൽ കിടക്കുന്ന ഓരോ യഹൂദനും 12 വയസ്സ് പൂർത്തിയായ ഓരോ യഹൂദനും ജെറുസലേം ദേവാലയത്തിൽ പോകണമായിരുന്നു. ഇന്ന് പാവങ്ങൾക്ക് ജെറുസലേം ദേവാലയമില്ല, ഉണ്ടായിരുന്നപ്പോൾ പോകുമായിരുന്നു. അവരിങ്ങനെ നടന്ന് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിശ്രമിക്കാനായിട്ട് അവർ ചെറിയ മാടങ്ങൾ ഉണ്ടാക്കും. ഇപ്പം നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മാടം കെട്ടലൊന്നുമില്ല, കാരണം അവർക്ക് വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പണ്ട് കാലത്തെ കുട്ടികളെല്ലാവരും 4 കാലൊക്കെ ഉണ്ടാക്കി അതിന് മുകളിൽ കുറച്ച് കൊമ്പുകളെല്ലാം വെട്ടിയിട്ട് മാടം, ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് അമ്മച്ചി ഭക്ഷണം തരുമ്പോൾ ഞങ്ങൾ മാടത്തിൽ കഴിച്ചോളാന്ന് പറയും. അപ്പോൾ അതെടുത്തുകൊണ്ട് പോയി വീട്ടിൽ നിന്ന് കഴിക്കാം, എന്നാലും അത് കൊണ്ടുപോയി മാടത്തിൽ കൊണ്ടുവച്ച് ഭക്ഷണം കഴിക്കും. അപ്പോൾ മാടത്തിന് മോളായിട്ട് മൂടാനുള്ളത് മുഴുവൻ ഈ പച്ച ഇലകളും കമ്പുകളൊക്കെയാണ്. അവരങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇലയിടുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ കമ്പുകൾ തമ്മിൽ വളരെ ചേർന്ന് കിടക്കാത്ത രീതിയിൽ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കിടന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശം കാണുന്ന രീതിയിൽ, രാത്രിയാണെങ്കിൽ നക്ഷത്രങ്ങൾ കാണുന്ന രീതിയിലാണ് മാടം. അപ്പോൾ കൊച്ച് അപ്പനോട് ചോദിക്കും, അപ്പാ നമുക്കത് മൂടാൻ മേലായിരുന്നു, മുഴുവൻ അങ്ങ് മൂടാൻ മേലായിരുന്നു, അല്ലെ പടുത പോലെ സാധനം ഇട്ട് മൂടാൻ പാടില്ലായിരുന്നു, എന്തിനാ ഇങ്ങനെ ഇട കാണാവുന്ന രീതി ചെയ്യുന്നു? അപ്പോൾ അപ്പൻ പറയും, മകനെ, നമ്മുടെ പൂർവികർ പണ്ട് ഈജിപ്തിൽ അടിമകളായിരുന്നു. മോശ എന്ന് പറയുന്ന പിതാവ് നമ്മുടെ പൂർവികരെ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുവന്ന് മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്തു. നല്ല വീടൊന്നും അവർക്കുണ്ടായിരുന്നില്ല. അവരിതുപോലുള്ള മാടങ്ങളിൽ താമസിച്ചു. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ അവർ ആകാശത്തെ നക്ഷത്രങ്ങൾ കണ്ടു. നക്ഷത്രങ്ങളൊക്കെ കണ്ടപ്പോൾ അവർ ദൈവത്തെ സ്തുതിച്ചു. അങ്ങനെ അവർ കടന്നു പോകുന്ന വഴികൾ ഇന്ന് നമ്മൾ ഈ തിരുനാൾ ആഘോഷിച്ച് ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്. അങ്ങനെ കുടുംബത്തിലൂടെ കൈമാറ്റം ചെയ്യുന്ന വിശ്വാസം ഇത് തന്നെ ആണ് നിങ്ങൾ മാതാപിതാക്കന്മാർ പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നമ്മുടെ കുട്ടികൾ നമുക്കറിയാം, കാറ്റഗിസമൊക്കെ പഠിക്കാനായിട്ട് ഭയങ്കരമായ ഒരു ഇൻട്രസ്റ്റ് ഒന്നും പിള്ളേർക്കില്ല. കാരണം അവർ ജീവിക്കുന്ന ലോകത്തിൽ മറ്റ് കാര്യങ്ങളാണ് അവരെ ഒത്തിരി ആകർഷിക്കുന്നത്. ഇന്ന് ഞാൻ ഈ അച്ഛനോട് പറയാൻ, നെത്രാവച്ചനോട് പറയായിരുന്നു, നമ്മുടെ കുട്ടികൾ എത്രമാത്രം മനോഹരമായിട്ട് മേക്കപ്പൊക്കെ നടത്തി ഇവിടെ പരിപാടികൾ അവതരിപ്പിച്ചാലും ഇന്നത്തെ കുട്ടികൾക്ക് അത് അത്ര വലിയ താല്പര്യമല്ല. അല്ലെങ്കിൽ ഡാൻസ് വരുമ്പോഴേക്കും, വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന പിള്ളേരെല്ലാം ഡാൻസ് വരുമ്പോഴേക്കും മിണ്ടാണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കോമിക് വരുമ്പോഴേക്കൊക്കെ മിണ്ടാണ്ടിരിക്കുമായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഇതിനേക്കാളും സൂപ്പർ സാധനങ്ങൾ വാട്സപ്പിലും യൂട്യൂബിലൊക്കെ വരുന്നത് കൊണ്ട് ഇനി സംഭവിക്കാൻ പോകുന്ന അതിനേക്കാളും ഭയങ്കര കടന്ന കൈയായിരിക്കും. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ വളരെ രസമാണ്. നിങ്ങളുടെയൊക്കെ ഗ്രാൻഡ് പേരൻസൊക്കെ മരിച്ചുപോയവരെയൊക്കെ ജീവിപ്പിക്കും. അവരെല്ലാം വന്നിട്ട് പണ്ട് കാലത്ത് ചെയ്തതുപോലെ വർത്തമാനം പറയുന്നത് പോലെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കും. അപ്പൻ്റെ വേഷം കെട്ടി മേക്കപ്പ് ചെയ്തിട്ടല്ല വരുന്നത്, അപ്പൻ തന്നെ വരും എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയുള്ള ടെക്നോളജി വളരുകയാണ്. വലിയ അപകടമാണ് അതുവഴി വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ മാർപ്പാപ്പയായിരിക്കുന്ന ലയോ 14 മാർപ്പാപ്പ ലയോ 13 പേര് കഴിഞ്ഞ് 14 എടുത്തതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അന്ന് ഫ്രഞ്ച് ഇൻഡസ്ട്രിയൽ വിപ്ലവം, വ്യാവസായിക വിപ്ലവം സഭയ്ക്ക് വിശ്വാസത്തിനെതിരെ ചെയ്തു. അതിനേക്കാൾ ഒരു കടന്ന കൈയായിരിക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി, AI വഴി ഉണ്ടാവാൻ പോകുന്നത് എന്ന് മുന്നിൽ കണ്ട് അതിനെതിരെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് തീവ്രമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മാർപ്പാപ്പ അതുകൊണ്ട് ലയോ 14 എടുത്തത്. ലയോ 13 കഴിഞ്ഞപ്പോഴാണ്, ലയോ 13 ഈ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി സമൂഹത്തിലുണ്ടാകുന്ന അനീതിയെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായ ഒരു ചക്രീയ ലേഖനം എഴുതി. റേലും നുവാരും കേട്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഇനി ഉടനെ താമസിയാതെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അപകടങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഈ മാർപ്പാപ്പയും ഒരു ചാക്രിക ലേഖനം എഴുതാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ പ്രതികൂല സാഹചര്യത്തിൽ നിങ്ങൾ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മനസ്സ് കാണിക്കുന്നതിന് പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള നമ്മുടെ എല്ലാ വിശ്വാസികളെയും ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു, ദൈവാനുഗ്രഹം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് 2 വിശേഷപ്പെട്ട ദിവസമൊന്നേ ഉള്ളൂ. 2 വിശേഷപ്പെട്ട സംഭവങ്ങൾ. ഒന്ന്, നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം. 2, നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. നമുക്കെല്ലാവരും നമ്മുടെ എല്ലാ ദിവസവും വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നുണ്ട്, ശരീരത്തിൻ്റെ ഉയർപ്പിലും
ഞാൻ വിശ്വസിക്കുന്നുവെന്ന്. ബോധത്തോടെയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഏറ്റുചൊല്ലുന്നുണ്ട്. അത് ആദ്യകാലം 3-4 നൂറ്റാണ്ട് മുതൽ ചൊല്ലിത്തുടങ്ങിയതാണ്. ശരീരത്തിൻ്റെ ഉയർപ്പിലും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവ് മാത്രമല്ല ഉയർക്കുന്നത്, ശരീരവും ഉയർക്കും. ഈ ശരീരം എന്നാണ് ഉയർക്കുന്നത്? നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അതുവരെ ഉറങ്ങുന്ന ആളുകൾ, മരിച്ചവർ, ഉറങ്ങുന്നവർ ശരീരങ്ങളോടും കൂടെ ഉയർക്കും. ആ ശരീരം എങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കരുത്, കാരണം വരാൻ പോകുന്ന കർത്താവ് ഞാനല്ലല്ലോ. എങ്കിലും ശരീരം ആത്മാവോട് ചേരും. ശരീരത്തിൻ്റെ ഉയർപ്പിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവർക്ക് നല്ല ആദരവ് കൊടുക്കുന്നതും അവരെ നന്നായിട്ട് പൂക്കളൊക്കെ ഇട്ട് അലങ്കരിച്ച് വളരെ ഭക്തിയോടുകൂടി തന്നെ അവരെ ശവം അടക്കുന്നതും. വെറുതെ മരിച്ചു ശവം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും അവർക്ക് പ്രാധാന്യം കൊടുക്കാൻ കാരണം ഉയർക്കാനുള്ള ശരീരമാണ്. നിങ്ങൾക്കറിയാമോ, പള്ളിയിൽ ഉദാഹരണം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഒരു ദുർമരണം ഉണ്ടായി എന്ന് കരുതുക, അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടായാൽ പിന്നീട് വെഞ്ചരിക്കണം, കുർബാന ചെല്ലുന്നതിന് വെഞ്ചരിക്കണം. ഇതുപോലെ തന്നെയാണ് സെമിത്തേരി. സെമിത്തേരി ഇതുപോലെ തന്നെ പൂജ്യമായി പരിഗണിക്കുന്നു. കാരണം കർത്താവിൽ വിശ്വസിക്കുന്നവർ, മാമോദീസ സ്വീകരിച്ചവർ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെ കാത്തു കിടക്കുന്ന സ്ഥലമാണ്. അപ്പം ശരീരത്തിൻ്റെ ഉയർപ്പ് ഉണ്ട്. മറിയത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം വരം വരെ കാത്തിരിക്കാനായിട്ട് പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ കർത്താവ് വരുന്നത് വരെയും മറിയത്തിൻ്റെ ശരീരം ഉയർക്കുന്നതിന് വേണ്ടി കാത്ത് ഇരിക്കണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിച്ചില്ല. കാരണം ദൈവം വസിക്കുന്ന സ്ഥലമാണ് സ്വർഗം. അങ്ങനെയെങ്കിൽ മറിയം സ്വർഗമാണ്. കാരണം മറിയത്തിൻ്റെ ഉദരത്തിലാണ് ദൈവമായവൻ വന്നു വസിച്ചത്. ഇങ്ങനെ ദൈവത്തിന് ജന്മം നൽകിയ മറിയത്തിൻ്റെ ഉദരവും ശരീരവും മണ്ണിൻ്റെ അടിയിൽ അങ്ങനെ ജീർണിച്ചു പോകാൻ ദൈവം അനുവദിച്ചില്ല. കാരണം അത്രമാത്രം ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് മറിയത്തെ ആത്മശരീരത്തോടെ മുകളിലേക്ക് കൊണ്ടുപോയി. നമ്മളെ കൊണ്ടുപോകും. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പോകും, പക്ഷെ ശരീരം കർത്താവിൻ്റെ രണ്ടാം വരവിലാണ് പോകുന്നത്. മറിയത്തിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് സംഭവവും പെട്ടെന്ന് തന്നെ സംഭവിച്ചു. അതാണ് ഇന്നത്തെ സ്വർഗാരോപണ തിരുനാളിൻ്റെ സന്ദേശം. രണ്ടാമത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് ഒത്തിരി അഭിമാനം തോന്നണം. ഞാൻ റോമിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ ഒരു മാസ് എന്ന് പറയുന്ന വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. ഒത്തിരി തുണികൾ വിൽക്കുന്ന വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് റോമിൽ. അപ്പോൾ അവിടെ മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും പതാക അവരുടെ കെട്ടിടത്തിൻ്റെ ഒരു മുൻഭാഗത്തായിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വലിയ പതാകകൾ കുത്തി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത് ഈ സ്ഥാപനത്തിൻ്റെ മുൻവശത്തോടെ. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ പഠിക്കുന്ന കുറേ അച്ഛന്മാർ. ഞങ്ങളിങ്ങനെ കടന്നുപോയപ്പോൾ ഒരു ദിവസം നോക്കി ഈ പതാകയ്ക്കിടയിൽ നമ്മുടെ പതാകയുണ്ടോ എന്ന് നോക്കിയപ്പോൾ കണ്ടു, അമേരിക്കൻ പതാകയുടെ തൊട്ടടുത്തായിട്ട് ഇന്ത്യൻ ദേശീയ പതാക കിടക്കുകയാണ്. നമുക്ക് വലിയ സന്തോഷം തോന്നി. അമേരിക്കയുടെ ഒപ്പം ഇന്ത്യയുടെ പതാകയും കിടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധം ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഈ രാജ്യത്തു നിന്ന് പോകുമ്പോഴാണ് ഉണ്ടാകുന്നത്. കാരണം അവിടെ മറ്റ് രാജ്യക്കാരുടെ ഇടയിലൊക്കെ കഴിയുമ്പോൾ ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന ബോധം. നമുക്കറിയാം, ഇന്ത്യക്ക് ഒത്തിരി പരിമിതികളുണ്ട്, പക്ഷേ ഇന്ത്യക്ക് ഒത്തിരി ശക്തിയുണ്ട്. ഈ ലോകത്തിലെ ഏറ്റവും വലുത് എന്ന് പറയുന്ന, ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് കരുതുന്ന ജനാധിപത്യം നമ്മുടെ രാജ്യത്താണ്. നമുക്കറിയാം, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ഉണ്ടായതാ പാകിസ്ഥാൻ. ഈ പാകിസ്ഥാനിൽ എന്നാ പ്രശ്നം, ഒരാൾ പ്രധാനമന്ത്രിയാവും, അടുത്ത ആൾ പ്രധാനമന്ത്രിയാവുമ്പോൾ പഴയ പ്രധാനമന്ത്രിയെ തൂക്കിലേറ്റും അല്ലെങ്കിൽ ജയിലിൽ കൊണ്ടിടും. പിന്നെ പട്ടാളക്കാരെ ഇടയ്ക്ക് വന്ന് ഈ പ്രധാനമന്ത്രിയെ മന്ത്രിമാരെ എല്ലാം പുറത്താക്കും. അങ്ങനെ എന്നും പ്രശ്നമാണ് പാകിസ്ഥാനിൽ. നമ്മുടെ ഈ രാജ്യത്ത് ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ചെറിയ പ്രശ്നം, ഇത്രയും വലിയ രാജ്യമല്ലേ, ഇത്രയും വ്യത്യാസമല്ലേ, ഓരോ സ്റ്റേറ്റിൽ തന്നെ പല ഭാഷകൾ, ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വ്യതിരക്തതയിൽ ഐക്യം. അതാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ ഇന്ത്യക്ക് ഒത്തിരി ശക്തിയുണ്ട്. പക്ഷേ നമ്മൾ കുറച്ചുകൂടിയൊക്കെ വളരണം. നമ്മൾ വളരാനായിട്ടുള്ള ഒത്തിരി താല്പര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ആരുടെയും വരുതിയിലല്ല. നമുക്കറിയാം, എല്ലായിടത്തും അന്യായവും അഴിമതിയുമുണ്ട്. പണ്ട് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പറഞ്ഞു, കേന്ദ്ര ഗവൺമെൻറ് ഒരു 100 രൂപ ഒരു മനുഷ്യന് വേണ്ടി അനുവദിച്ചാൽ ഈ ആളുടെ അടുത്തെത്തുന്നത് വെറും 1 രൂപയായിരിക്കും, 99 രൂപയും വഴി പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവരുമൊക്കെ വീതിച്ചെടുക്കും. അവിടെ നിന്ന് മുകളിൽ നിന്ന് 100 രൂപ തന്നതാണ്, പക്ഷെ നമ്മുടെ അടുത്ത് വരുമ്പോൾ 1 രൂപയെ കിട്ടും. നമ്മുടെ റോഡൊക്കെ പണിയുമ്പോൾ നമുക്കറിയാൻ പാടില്ലേ എത്ര രൂപയാണ് അതിനുവേണ്ടി അനുവദിക്കുന്നത്. പക്ഷേ റോഡിൽ വീഴുന്നത് വളരെ ചുരുക്കം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ പെരുമണ്ണൂർ പള്ളിയിലെ വികാരിയായിരുന്നു. അവിടെ വികാരിയായിരുന്നപ്പോൾ അവിടുത്തെ റോഡ് വളരെ മോശം. പിന്നെ ടാറിങ് നടത്താനായിട്ട് തീരുമാനിച്ചു.
അങ്ങനെ ഒരു ദിവസം ആളുകൾ വളരെ താല്പര്യത്തോടെ, കാരണം മോശം വഴി, അപ്പോൾ ടാറിങ് നന്നായിട്ട് ചെയ്യണമെന്ന് ആ നാട്ടുകാർക്കെല്ലാം വലിയ താല്പര്യമാണ്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ടാറിങ് ആരംഭിച്ച് പള്ളിയോട് ചേർന്ന ഒരു സ്ഥലത്ത് ഒരു റോഡിൻ്റെ സൈഡിൽ തീ കത്തിച്ച് ടാർ ഉരുക്കാൻ വേണ്ടി വലിയൊരു വീപ്പ പോലെ ഒരു സാധനം തീയുടെ മുകളിൽ വെച്ചതിൻ്റെ മുകളിൽ 2 ടാർ വീപ്പകൾ പൊട്ടിച്ച് ഇങ്ങനെ ഉരുകി അതിനകത്തേക്ക് ചാടാവുന്ന രീതിയിൽ നമ്മുടെ അമ്മച്ചിമാർ ഈ ചോറ് വാർക്കുന്നത് പോലെ ഇങ്ങനെ വെച്ചിരിക്കുക. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ആ പെരുമണ്ണൂരൊക്കെ നല്ല മിടുക്കന്മാരുണ്ട്. അവന്മാർ പോയി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഈ കമിഴ്ത്തി വെച്ചിരിക്കുന്ന 2 വീപ്പയും കാലിയാണ്. എന്നിട്ടോ എന്ത് ചെയ്തു? ഈ കാലി വീപ്പ 2 എണ്ണം മുകളിലേക്ക് വെച്ചിട്ട് ടാറ് നിറഞ്ഞ 2 വീപ്പ കോൺട്രാക്ടർ വേറൊരാളുടെ വീടിൻ്റെ മുറ്റത്തേക്കുള്ള വഴി ടാർ ചെയ്യാൻ കൊണ്ടുപോയി. നമ്മുടെ നാട്ടുകാർ പിടിച്ചു ഇവനെ കൊണ്ട് എന്നെ ചെയ്യിപ്പിച്ചു. അത് കൊണ്ടുപോയിച്ചെന്ന് മാത്രമല്ല, ടാറിങ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ആളുകളെല്ലാം കൂടെ വന്നിട്ട് ഇച്ചിരി ടാറ് കുള്ളം കിട്ടേ, ഇച്ചിരി മെറ്റില കിട്ടേ എന്നും പറഞ്ഞ് സ്ഥിരമായിട്ട് ഇവനെ വിഷമിപ്പിക്കാൻ തുടങ്ങി. ആ പുള്ളി ഒരു കത്തോലിക്കനാ. അവൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ ഈ പോക്ക് പോയാൽ എനിക്ക് മഹാനഷ്ടം വരും. ഞാൻ പറഞ്ഞു, നഷ്ടമൊന്നും വരില്ല, ലാഭം ഇച്ചിരി കുറയും. അവർ പറയുന്ന പോലെ ചെയ്യുക. കാരണം ഇനി എന്നാണ് അടുത്ത ടാറിങ് വരുന്നതെന്ന് ആർക്കും നിശ്ചയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ രീതിയാണ്. ഇതൊക്കെ പയ്യെ മാറണം. ഞാനിത് പറയാൻ കാരണം എല്ലാം കൃത്യമായി പോകുന്ന രാജ്യങ്ങളാണ് വിദേശത്തൊക്കെ ഉള്ളത്. ഞാൻ ഈ ഓസ്ട്രേലിയയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെ യൂറോപ്പിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങളിൽ നമ്മൾ മാറാനുണ്ട്. നമ്മളല്ല, ഇവിടെ ഇരിക്കുന്ന നമ്മളാരും അല്ല മാറേണ്ടവർ മാറണം. അഴിമതി, അന്യായം, ചൂഷണം ഇതൊക്കെ ഒത്തിരി കുറഞ്ഞാൽ നമ്മുടെ രാജ്യം പുരോഗതി പ്രാപിക്കും. കാരണം നമുക്ക് മനുഷ്യ സമ്പത്തുണ്ട്, നമുക്ക് റീസോഴ്സസ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം വെച്ച് നമ്മുടെ രാജ്യം വീണ്ടും പുരോഗതിയിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അവസരത്തിൽ ഇവിടുത്തെ ഈ വാർഷികത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചതിൽ വലിയ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ധാരാളമായിട്ടുണ്ടാവട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും നമ്മോട് കൂടിയുണ്ട്. അത് കൂടുതൽ ശക്തിയായിട്ടുണ്ടാവട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? ഇന്ന് അമ്മയുടെ ഫീസ്റ്റ് അല്ലേ? ഓ, അതാണോ കാര്യം? മാലാഖി, പ്ലീസ് എന്നെ ഒന്ന് അമ്മയുടെ അടുത്ത് കൊണ്ടുപോവോ? എനിക്കൊന്ന് അമ്മയെ കണ്ട് വിഷ് ചെയ്താൽ മാത്രം മതി. പ്ലീസ് മാലാഖി. അമ്മയെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം. എന്നെ കൊണ്ടുപോകില്ലേ? പ്ലീസ് മാലാഖി. ആ, ഞാൻ കൊണ്ടുപോകാം. സാറക്കുട്ടി എൻ്റെ കൂടെ പോരെ? ഹായ്, എന്ത് ഭംഗിയാ സ്വർഗം കാണാൻ. എത്ര മാലാഖമാരാ. മാലാഖമാര് മാത്രമല്ല, ഇനിയും ഇവിടെ കുറെ പേരുണ്ട്. ഞാൻ സാറയ്ക്ക് അവരെയെല്ലാം പരിചയപ്പെടുത്തി തരാം. ഇതാരാണെന്നറിയാം? ഹായ്, യേശുപിതാവ്, ഉണ്ണീശോയുടെ അപ്പച്ചൻ. യേശുപിതാവേ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി യേശുപിതാവിനെ. യേശുപിതാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഇതാരാണെന്ന് നോക്കിയേ. ഇതാണ് വിശുദ്ധ ഡൊമിനിക് സാർ. ചെറുപ്പം മുതൽ ഈശോയെ സ്നേഹിച്ച് മാതാപിതാക്കളെ അനുസരിച്ച് 14-ാം വയസ്സിൽ വിശുദ്ധിയുടെ കിരീടമെന്ന വിശുദ്ധനാണ് വിശുദ്ധ ഡൊമിനിക് സാർ. ഇതുപോലെ ഞാനും അപ്പയും അമ്മയും ഒക്കെ അനുസരിച്ച് വിശുദ്ധയാകും. ഗുഡ് ഗേൾ. ഇതേതാ ഈ കൊച്ചു വിശുദ്ധ? 12-ാം വയസ്സിൽ ശുദ്ധതയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധയാണ് വിശുദ്ധ മരിയ ഗൊരേത്തി. പാപത്തിൽ
ഇതാണ് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസ്. ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിച്ച് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ പറ്റി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി തന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഈശോയെ പുലർന്ന വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റസ്. ഹായ്, കൊള്ളാമല്ലോ. ഇങ്ങനെ വിശുദ്ധനാകാല്ലേ? ഇതാരാ കുഞ്ഞുവാവയെ കൊണ്ട് വരുന്നേ? ഇതാരാണെന്ന് മനസ്സിലായില്ല. ഇതാണ് ജിയന്ന പുണ്യവതി. തന്റെ ഉദരത്തിലുള്ള കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ ത്യജിച്ച വിശുദ്ധയാണ് വിശുദ്ധ ജിയന്ന ദരത്താമ. എന്റെ അമ്മയും എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ? തീർച്ചയായും. ആ വരുന്നയാളെ എനിക്കറിയാം. പാവങ്ങളുടെ അമ്മയായി നമ്മുടെ ഇന്ത്യയിലെ കൊൽക്കത്തയിൽ വന്ന് പാവങ്ങൾക്ക് നന്മ ചെയ്ത് ജീവിച്ച വിശുദ്ധയാണ് വിശുദ്ധ മദർ തെരേസ. ഓ, വെരി ഗുഡ്, മിടുക്കി. ഇതാരാ ചാക്കുട പെട്ടി ഇതിലൂടെ നടക്കുന്നേ? ഇതാണ് നമ്മുടെ ദാരിദ്ര്യത്തിന്റെ മണവാളൻ ഫ്രാൻസിസ് ഓഫ് അസീസി. ഈശോയെ ഒത്തിരി സ്നേഹിച്ച് അടുത്തനുഭവിച്ച് രണ്ടാം ക്രിസ്തുവെന്ന് ലോകം വാഴ്ത്തി പാടിയ വിശുദ്ധൻ. ഹായ്, എന്ത് രസാ സ്വർഗം കാണാൻ. എനിക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല. തീർന്നില്ല. ദാ അതാരാണെന്ന് നോക്കി. സാറക്കുട്ടി കാണാൻ ആഗ്രഹിച്ചിരുന്നയാൾ ദാ വരുന്നു. സാറക്കുട്ടി, അമ്മേ, ഹാപ്പി ഫീസ്റ്റ്. സാറമോള് സ്വർഗമൊക്കെ കണ്ടോ? കണ്ടോ അമ്മേ? ഈ വിശുദ്ധരെ പോലെ സാറമോളും ഈശോയെ സ്നേഹിച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കില്ലേ? ഉറപ്പായിട്ടും. നീ
എപ്പോഴും നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കട്ടെ. ഭാരതാംബയെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏകാം. നമ്മുടെ മാതൃരാജ്യവും ഒരു യഥാർത്ഥ സ്വർഗഭൂമിയാകട്ടെ. ജയ് ക്രൈസ്റ്റ്. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ബോധ്യമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ബോധ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ബോധ്യമേ. ക്രോധമോഹമതമാത്സര്യങ്ങൾ തൻ ഘോരമന്ദത നിറയും എൻ മനസ്സിൽ. ക്രോധമോഹമതമാത്സര്യങ്ങൾ തൻ ഘോരമന്ദത നിറയും എൻ മനസ്സിൽ. ദൈവസ്നേഹത്തിൻ മെഴുതിരിനാളം, ദൈവസ്നേഹത്തിൻ മെഴുതിരിനാളം, ദേവാ നീ കൊളുത്തണേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമെൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ബോധ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ.
ദിവ്യകാരുണ്യമേ തളരുവൻ മനസ്സിനും പുതുജീവൻ നൽകും സ്വർഗീയ ബോധ്യമേ മാലാഖമാരുടെ ഭോജനമേ സ്വർഗീയ ഭോജനമേ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ തളരുവൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ബോധ്യമേ മാലാഖമാരുടെ ഭോജനമേ സ്വർഗീയ ഭോജനമേ ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ തളരുവൻ മനസ്സിനു പുതുജീവൻ നൽകും സ്വർഗീയ ബോധ്യമേ அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது அற்புதம் அதிசயம் இந்த ஆண்டு நடக்க போகுது கவலைப்படாத 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 அற்புதங்கள் புரிய போகுது அற்புதங்கள் புரிய போகுது சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு சூப்பர் நேச்சுரல் ஆண்டு இது சூப்பர் நேச்சுரல் ஆண்டு Go!
കൊണ്ടായിരിക്കട്ടെ. ഇന്ന് ഓഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും സ്വാതന്ത്ര്യ ദിനവും നാം ഇന്ന് ആഘോഷിക്കുകയാണല്ലോ. നമ്മുടെ അമ്മ ലൗകികമായ ആസക്തികളിൽ നിന്ന് സ്വർഗീയ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ കയറ്റുന്ന പുണ്യ ദിനത്തിന്റെ ഓർമ്മയാണ് സ്വർഗാരോപണ തിരുനാൾ. ലോകത്തിന്റെ തമ്പുരാനെ ജന്മം കൊടുക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയെ സ്വർഗത്തിലും ഭൂമിയിലും രാജ്ഞിയായി ആദരിച്ചുവെന്നാണ് നമ്മുടെ വിശ്വാസം. 1950 നവംബർ 1-ാം തീയതി 2-ാം പിയൂസ് മാർപ്പാപ്പ പരമകാരുണികനായ ദൈവം എന്ന ചാക്രിക ലേഖനത്തിലൂടെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. പരിശുദ്ധാത്മാവ് രൂപം നൽകിയ പുതിയ സൃഷ്ടി എന്നാണ് പരിശുദ്ധ അമ്മയെ വിശേഷിപ്പിക്കുന്നത്. അമ്മയില്ലാത്ത വീടിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയില്ല, അല്ലേ? അതുപോലെ പരിശുദ്ധ അമ്മയില്ലാത്ത ഭവനം അന്ധകാരമാണ്. പരിശുദ്ധ അമ്മയെ തിരുസഭയുടെ മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് ഏറെ അഭിമാനമുള്ള ദിനമാണല്ലോ ഇന്ന്. ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും സ്വാതന്ത്ര്യ രാജ്യമായതിൻ്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുന്നു. ഈ ദിനത്തിൽ നമ്മുടെ രാജ്യത്തിനായി പോരാടിയ എല്ലാവരെയും നമുക്ക് ഓർമ്മിക്കാം. നമ്മുടെ രാജ്യത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഭാരതാംബയെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏകാം. നമ്മുടെ മാതൃരാജ്യവും ഒരു യഥാർത്ഥ സ്വർഗഭൂമി ആകട്ടെ. ജയ് ക്രൈസ്റ്റ്. అత్యున్నతమైన సింహాసనం పై ఆసీనుడవైన గొప్ప దేవుడా, అత్యున్నతమైన సింహాసనం పై ఆసీనుడవైన గొప్ప దేవుడా, నీవే నా దేవుడు కీర్తింతును. తేజోమయ రక్షణకర్త, నీవే నా దేవుడు నిగనపరతును. నాకున్నది సాధ్యం కానిది ఏమున్నది, నీ ఎందే విశ్వాసం నాకున్నది. నాకు నిత్య జీవం, జీవం
ചേട്ടാ മിറ്റത്തെന്താ ഒരു പന്തല്? മിറ്റത്തല്ലാതെ പിന്നെ പെരക്കകത്ത് പന്തലിടാൻ പറ്റുമോ? പത്രം ഇട്ടിട്ട് പോകാൻ നോക്കും. അവരിട്ടത് പത്രമാണോ അതോ ബോംബാണോ? കെട്ടിപ്പിടിക്കുക, കാലെ പിടിക്കുക, ഉമ്മൊക്കെ എന്ത് വേണേ ചെയ്യാം. ആരാണെങ്കിലും മുന്നിലേക്ക് പോകും. ഹലോ ഹലോ മത്തായി ചേട്ടാ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. സോറി, മത്തായി ചേട്ടൻ എന്നെ മനസ്സിലായോ? പിന്നെ ശബ്ദം കേട്ടപ്പോ തന്നെ മനസ്സിലായി നിന്നെ എനിക്ക് ഒരു പരിചയമില്ല. മറിയാമ്മ ചേട്ടന്റെ അയലോക്കത്തുള്ള ശിവദാസന്റെ മകൻ വേണോ? 2002 ബിസിനസ് തുടങ്ങി വച്ചടി കയറ്റുവാ. ബിസിനസ് അല്ല, കാരണം അപ്പൊ നമ്മുടെ ജോണിക്കുട്ടി വരുമെന്ന് പറഞ്ഞ് ഒരു UK വിസയുടെ കാര്യം അറിയാൻ വേണ്ടിയാ. എപ്പോ വരും? ഇന്ന് തന്നെ മക്കളൊക്കെ വരും. മോനും 7:30 ലാസ്റ്റ് ബസ് ഉണ്ട്. അത് കഴിഞ്ഞാലോ 8-നും 8:30 ഓരോ ലാസ്റ്റ് ബസ് വീതമുണ്ട്. ഏതെങ്കിലും ഒന്നേ കയറി വരാൻ പറ്റുമെന്ന് നോക്ക്. പറ്റും, ഇല്ലെങ്കിൽ പറ്റിക്കും. പറ്റിക്കൊന്നു മറിയേ ഇന്ന് ഞാൻ ഡൈ ചെയ്താൽ നാളെ നീ വിധവയാ. വിധവ എടി, ഞാൻ താടിയും മുടിയും കർപ്പിച്ച് ഇവിടെ നിൽക്കണേ കണ്ട് നിന്റെ മക്കള് വന്നാൽ അവര് സംശയിക്കും. നിൽക്കണ ഈ ഷാരൂഖ് ഖാൻ ഏതാണ്? ഈ ആട്ടണ്ട, കല്യാണത്തിന് മുമ്പ് ആപ്പിള് പോലെ ഇരുന്ന ഞാനാ. ഇപ്പോഴാണ് ഇപ്പോഴും പോലെ ആയത്. ഇത്ര ഒച്ചത്തിൽ ചുമച്ചിട്ട് നിനക്ക് കേൾക്കാൻ വയ്യെന്ന ഇവിടുത്തെ ഏകദേശം 6000 രൂപ വരും മമ്മി. 6000 രൂപ ഉണ്ടെങ്കിൽ നിനക്കൊരു കളക്ടീവ് മേടിച്ചൂടെ? വാങ്ങാം, പക്ഷെ ടീവി വാങ്ങി കയറ്റക്കെട്ടി തുകണം പറ്റില്ലല്ലോ. നല്ല മണം. ഇത് എന്തിന്റെ മണമാണ്? അതൊരു സെന്റിന്റെ മണമാണ്. ഒരു സെന്റിന് ഇത്ര മണമാണെങ്കിൽ 2 ഏക്കറിന് എന്നാ മണമായിരിക്കും? ഭയങ്കര മണമായിരിക്കും മറിയേ. ബൈ ദ ബൈ, എന്താ പേര്? മത്തായി. അല്ല, അപ്പച്ച. ഈ അപ്പച്ചാന്ന് വിളിച്ച് പേര് മറന്നുപോയി. മിസ്റ്റർ മത്തായി, മിസ്റ്റർ അപ്പച്ചൻ. നമ്മുടെ വീടിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വളരെ പൊക്കത്തിലുള്ള ചെടിയെങ്കിലും കായ്ക്കട്ടെ. എന്നുള്ളത് അതാണ് തെങ്ങ്. അതിന്റെ തൊട്ട് താഴെ വലിയൊരു കുഴി. അമേരിക്കൻ ഇതൊന്നുമില്ല. കുറച്ച് മണലും സിമെന്റും കൂടെ വന്നിരുന്നെങ്കിൽ അടുക്കള പണിയൊന്നും തീർക്കായിരുന്നു. ജോണിക്കുട്ടി ഇത് ലണ്ടൻ എത്തി. അല്ല, ലണ്ടൻ ഇത് ജോണിക്കുട്ടി എത്തി. കൊല്ലങ്ങൾ കൂടി കാണുന്നതല്ലേ നീ കെട്ടിപ്പിടിച്ച് സന്തോഷിക്കട്ടെ. ഞാൻ വരുന്നതിന് മുമ്പാണ് ഇവിടെ വന്ന് അച്ഛനെ അമ്മയും ഷോപ്പിട്ട് സ്വത്ത് മുഴുവൻ കൈക്കലാക്കാനുള്ള പരിപാടിയായിരുന്നു. അല്ലടാ, അനാവശ്യം പറയുന്നത്. കടയിൽ മുദ്രപത്രം വാങ്ങിക്കുമ്പോ പോലെ എന്റെ ഉള്ളിൽ അങ്ങനൊരു ചിന്തയില്ല. പിന്നെ എന്തിനാണ് നേരം എടുക്കുമ്പോ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിനക്ക് ആദ്യം ഇവിടെ കെട്ടിയെടുക്കാൻ പാടില്ല. ഒന്നുമില്ലെങ്കിൽ ഈ വീട്ടിൽ ഞാനല്ലടാ മൂത്തത്. നീ മൂത്തതല്ല, നീ മൂത്തത. എന്നെക്കാളും മൂത്തതല്ല നിന്റെ ഭാര്യ. അല്ല അപ്പച്ച, എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം. ശ്രമിച്ച അടുത്തു പോ.
നീ ഒറ്റക്ക് നിന്ന് പൊതു തീരുമാനം സംസാരിക്കാം. തീരുമാനം ഒരു സിഗരറ്റ് തന്നാലും ഞാൻ ഇന്ന് ഓടി എത്തിക്കും. നിങ്ങൾ അവനെ വിഷമിപ്പിക്കാതെ. അത് ക്ലൈമറ്റ് പിടിക്കാതിട്ടാ. അതങ്ങനെയാ. പാസ്പോർട്ടും വിസയും ഉണ്ടെങ്കിൽ ക്ലൈമറ്റ് നല്ല ആരും പിടിക്കില്ല. അതെ, എങ്ങനെയുണ്ടോ അതിന്റെ ലണ്ടൻ ജീവിതമൊക്കെ? ഒന്നും പറയണ്ട. പറയണ്ട എന്നല്ല പറയാം. അവിടുത്തെ മലയാളികൾ തമ്മിൽ യാതൊരു ഐക്യമില്ല. ഇന്നലെ തന്നെ ആ മാഞ്ചസ്റ്റർ ജംഗ്ഷനിലെ മുറുകാൻകടയുടെ അടുത്ത് വെച്ച് ഒരു മലയാളിയെ 8-10 സായിപ്പന്മാരും കൂടെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയിട്ടും ഒറ്റ മലയാളി പോലും തിരിഞ്ഞു നോക്കിയില്ല. അറിയോ, നീ ഒരു മലയാളിയല്ലേ, അപ്പൊ നിനക്ക് ചോദിക്കായിരുന്നില്ലേ? അത് ശരി, ഞാൻ തന്നെ അടി കൊള്ളുകയും ചെയ്യണം, ഞാൻ തന്നെ അത് ചോദിക്കുകയും ചെയ്യണം. നമ്മളെ 4 പേരും കൂടെ എന്തോ ചെയ്യാനാ? നമ്മളെ 4 പേരല്ല, ഇരിക്കണവരെ കണ്ടില്ലേ, അവരൊക്കെ ഞങ്ങൾ വിളിച്ചിട്ട് വന്നവരാ. വെഡിങ് ആനിവേഴ്സറി നമുക്ക് കുപ്പി പൊട്ടിക്കണ്ടേ? എന്തോ കൊഴുപ്പിന്റെ കഷായത്തിന് കുപ്പി അതേ അപ്പുറത്തെ എന്റെ മോനെ ഇഷ്ടം പോലെ തല്ലിപ്പൊട്ടിച്ചു. ഞങ്ങൾ നേരം മഴക്കണവരെയും വെള്ളം അടിക്കാൻ പോകുന്നു. നേരം മഴക്കണവരെയോ ഉച്ച വരെയോ വെള്ളം അടിച്ചോ. പക്ഷെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, മോട്ടർ കേടാക്കരുത്. ഈ വെള്ളമടി വൈകിട്ട് എന്താ പരിപാടി? ആ പരിപാടി കണ്ടോ, അപ്പച്ചന് കാര്യം പിടിയിട്ട്. അതുകൊണ്ടാണ് അപ്പച്ചന് വേണ്ടിയിട്ട് ഞാൻ 2 ജോഡി വാങ്ങുന്ന ഫുള്ള് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പച്ചൻ അതൊന്നും ഒരു പ്രശ്നമല്ല മക്കളെ, നിങ്ങൾ ഇന്നലെ വന്നല്ല, അത് തന്നെ സന്തോഷം. എന്റെ പൊന്നു മോനെ, നീ വരുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ച് എന്റെ മോൻ അപ്പച്ചാ കൊണ്ടുവന്ന കുപ്പി നേരം പൊട്ടിപ്പോയിരുന്നെങ്കിൽ ഞാൻ പ്രാതി കൊന്നേനെ. എന്തിനാ മച്ചി? നമുക്ക് ഒരുമിച്ചിരുന്ന് TV കാണാം. ഇപ്രാവശ്യത്തെ എന്റെ വിവാഹ വാർഷികം പത്രത്തിൽ കൊടുക്കണം. അതെന്തിനാ പറ്റോ? എന്റെ പൊന്നു മക്കളെ, ഞാൻ ഇത്രയും കാലം നിന്റെ അമ്മയുടെ കൂടെ ജീവിച്ചിരിക്കൊണ്ടെന്നുള്ള കാര്യം നാട്ടുകാരെന്ന് അറിയട്ടടാ. അതൊക്കെ പോട്ടെ, ഇനി എന്താ അടുത്ത പരിപാടി? എന്തായാലും എന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് കേക്ക് മുറിക്കാം. എന്റെ ഓർമ്മ കേക്ക് മുറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കേക്കും തേക്കൊക്കെ മുറിക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങൾ എന്താണ് അപ്പച്ചനോട് പറഞ്ഞത്? അല്ല, എന്റെ പൊന്നു മക്കൾ സണ്ണിക്കുട്ടി എന്തോ ഉദ്ദേശിച്ചേ? എന്താ ഉദ്ദേശിച്ചോ? ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമില്ല, നമ്മുടെ സ്ഥലം വീതം വെക്കുന്ന കാര്യം. തുറന്നു പറയാം, അപ്പൻ എന്നെ അറിയുന്ന ആൾ ജീവിച്ചിരിക്കും തോന്നുന്നില്ല, അതുകൊണ്ട് ആ ഭാരം ഒപ്പം നടക്കണം. എന്റെ പൊന്നു മക്കളെ, അതെനിക്കറിയാം, അതുകൊണ്ട് അപ്പനതെല്ലാം കരുതിക്കുട്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പച്ചന്റെ മൂത്തമായ സണ്ണിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തൊക്കെയാ കരുതി വെച്ചേക്കുന്നത്? അപ്പച്ചന്റെ ഏറ്റവും ഉള്ള മോനായ ജോളിക്കുട്ടിക്ക് അപ്പച്ചൻ എന്തെങ്കിലും കട്ടിക്ക് തന്നെങ്കിലേ പറ്റൂ. അയ്യോ, നിനക്ക് കട്ടിക്കും ഇവന് കനത്തിനുമുണ്ട്. എന്റെ മൂത്ത മോൻ സണ്ണിക്കുട്ടിക്ക് മൂന്നാറിലെ 380 ഏക്കർ റബ്ബർ എസ്റ്റേറ്റും കോതമംഗലത്തെ 280 ഏക്കർ തേയിലത്തോട്ടവും അടിമാലിയിലെ സെക്കൻഡ് ക്ലാസ് തിയേറ്ററും. കണ്ടോ, അപ്പച്ചൻ ഇതൊക്കെ പൂത്തി വെച്ചേക്കാണ്. എന്റെ പൊന്നായ നിനക്കും ഒട്ടും കുറവില്ല. എറണാകുളം പാലാരിവട്ടത്തുള്ള 20 ഏക്കർ സ്ഥലം, അങ്കമാലിയിലെ പെട്രോൾ പമ്പ്, കാലടിയിലെ തുണിക്കട, പോരാഞ്ഞിട്ട് എന്റെ ബാങ്ക് ബാലൻസ് 50 ലക്ഷം രൂപ. അപ്പച്ചൻ ഇതൊക്കെ തരാന്ന് പറഞ്ഞല്ലോ. അപ്പച്ചൻ എന്തെല്ലാം ആലോചിക്കുന്നത്? നമുക്ക് എഴുതി തന്നെ കാര്യമാണോ? നമുക്ക് എഴുതി തന്നെ കാര്യമായിരിക്കും ആലോചിക്കുന്നത്. അപ്പച്ചൻ ഇതൊക്കെ തരാന്ന് പറഞ്ഞിട്ട് എന്താ ഈ ആലോചിക്കുന്നത്? അല്ല, ഞാൻ ഇതൊക്കെ തരാന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു. ഞാൻ ഇതൊക്കെ എവിടെ നിർത്തിട്ട് തരുമെന്നാണ് ആലോചിക്കുന്നത്. എന്റെ കാലിന് ഒരു 10 രൂപയേ ഉള്ളു. 14-18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. യോഹന്നാൻ 10:11 ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. മത്തായി 21:22 വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 7:7 ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ലൂക്ക 1:37 ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്ക 17:5 ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ആമേൻ.
ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ള ഇല്ലണയും സ്വർഗസമാനമേ ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ള ഇല്ലണയും സ്വർഗസമാനമേ ഹൃദയമൊരു ഞാൻ നാദാണയൂ സർവം അർപ്പിക്കാം എന്നിൽ അറിയൂ നീക്കണമേ കറകൾ ചൊരിയണമേ കൃപകൾ നീക്കണമേ കറകൾ ചൊരിയണമേ കൃപകൾ ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെൾ ഇല്ലണയും സ്വർഗസമ്മാനമേ ദിവ്യകാരുണ്യമേ ദിവ്യമാം പൂജ്യമേ ദോവിദിൻ യാത്രയിൽ എൻ്റെ ദിവ്യഭാവീയമേ കടലോരം സ്നേഹമാ മരുഭൂവാ മാനസേ മലയോരം കൃപയുമാ കൃപ ചോർന്നും ജീവനിൽ കടലോരം സ്നേഹമാ മരുഭൂവാ മാനസേ മലയോരം കൃപയുമാ കൃപ ചോർന്നും ജീവനിൽ സ്വർഗം എൻ സ്വന്തം എൻ ഈശോ എൻ സ്വന്തം ഹൃദയം പറുദീസ എൻ ഈശോ എൻ ഭാഗ്യം സ്വർഗം എൻ സ്വന്തം എൻ ഈശോ എൻ സ്വന്തം ഹൃദയം പറുദീസ എൻ ഈശോ എൻ ഭാഗ്യം അനവരതം കൃപ ചൊരിയും ഈശോയ്ക്കാരാധന ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയില്ലണയും സ്വർഗസമ്മാനമേ ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയിൽ അണയും സ്വർഗസമ്മാനമേ സർവം നീ തന്നവോ നൽകാനെണ്ടേറെ ഞാൻ നിന്നിൽ വളർന്നിടാൻ അഴിയാനുണ്ടേറെ ഞാൻ സർവം നീ തന്നവോ നൽകാനുണ്ടേറെ ഞാൻ നിന്നിൽ വളർന്നിടാൻ അഴിയാനുണ്ടേറെ ഞാൻ സർവം എന്താനം തിരുവിഷ്ടം എന്നിഷ്ടം വചനം എൻ ദീപം എൻ സുഹൃതം എൻ ധർമ്മം സർവം എന്താനം തിരുവിഷ്ടം എന്നിഷ്ടം വചനം എൻ ദീപം എൻ സുഹൃതം എൻ ധർമ്മം അനവരതം കൃപ ചൊരിയും ഈശോയ്ക്കാരാധന ദിവ്യകാരുണ്യമേ ദിവ്യമാം സ്നേഹമേ കൊച്ചു കൈവെള്ളയില്ലണയ സ്വർഗസമ്മാനമേ പെടപെടയില പെരുന്നാള കൊടികയറണ കലഹ ഇടവകയിലെ പുണ്യാള ഇത് നമ്മുടെ ദിവസ പെരനിറയണ പെരുന്നാര ഒരു പൊടിക്കണ പെരുന്നാ പൊടിക്കണതിന് ഇവിടാര ഇത് കടകിട പെരുന്നാ പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല. അമ്മ
പോലെ മേരി മാതാവേ നീ എന്നെ കയ്യിലെടുക്കണേ കാവലും കൊടുക്കണേ കണ്ണിരുമാക്കിടണേ താരാട്ട് പാടിടണേ അലകൾ കാത്തിരിക്കുന്നത് തീരത്തെ പുല്ലാണ്. സൂര്യൻ കാത്തിരിക്കുന്നത് ആഴിയിൽ അസ്തമിക്കാനാണ്. ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മടങ്ങി എന്നെങ്കിലും തിരിച്ചു വരാനായി. വിധി പോലും വിറച്ചുപോയി. ബോസ്വണിൻ്റെ സൺഡേ സ്കൂളിലെ വാർഷിക ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വികാരിച്ചും അധ്യക്ഷനായ സോണിയച്ചും മറ്റ് വൈദികർക്കും സിസ്റ്റേഴ്സിനും പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും സഹോദര സഹോദരന്മാർക്കും പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്കും ഇവിടെ ഭാരതത്തിലെ 71 സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും അമോത്സ തിരുനാളിൻ്റെയും സൺഡേ സ്കൂളിൻ്റെ വാർഷികത്തിൻ്റെയും എല്ലാവിധ മംഗങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. तेरी धूल से बढ़ के तेरी धूप से रोशन
సింహాసనం పై ఆసీనుడవైన గొప్ప దేవుడా అత్యున్నతమైన సింహాసనం పై ఆసీనుడవైన గొప్ప దేవుడా నీవే నా దేవుడవని కీర్తింతును తేజోమయుడా రక్షణకర్త నీవే నా దేవుడవని కనపడుతును
സുവിശേഷം സാക്ഷികളായി സമയങ്ങളിൽ അനുദിനമേണ്ടിടുമല്ലോ കുരിശുകൾ നമ്മൾ വിശ്വാസ വഴികളിൽ തുണയാൻ സേവനത്തിന്റെ വഴികളിൽ വിശ്വദീപം
ഏഴാനിക്കാട്ട് CSTയുടെ ജൂബിലി മെമ്മോറിയലായി കാറ്റഗിസം ടീച്ചേഴ്സ് ഏർപ്പെടുത്തിയിരിക്കുന്ന ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ് സ്കോളർഷിപ്പിന് അർഹനായിരിക്കുന്നത് റോഷൻ റോയ്. പത്താം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടിക്ക് ജോസഫ് ഇലഞ്ഞിക്കലിൻ്റെ സ്മരണാർത്ഥം ബീന ജോസഫ് ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പിന് അർഹനായിരിക്കുന്നത് അർപ്പിത ഐസക്. പ്രവർത്തന വർഷത്തെ ക്ലാസ് ടോപ്പേഴ്സിനുള്ള സമ്മാനദാനമാണ് ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നത്. സ്റ്റാൻഡേർഡ് 1 ഫസ്റ്റ് പ്രൈസ് റോസ്മേരി അജോ, സെക്കൻഡ് ആലീസ് ആന്റണി. ക്ലാസ് 1 ഫസ്റ്റ് റോസ്മേരി അജോ, സെക്കൻഡ് ആലീസ് ആന്റണി. സ്റ്റാൻഡേർഡ് 2 ഫസ്റ്റ് ആൻമരിയ ജിൻസൺ, സെക്കൻഡ് മിഖായൽ റോജൻ. തേർഡ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ജിയന്ന അജേഷ്, സെക്കൻഡ് ഏഞ്ചൽ മേരി അജോ. തേർഡ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ജിയന്ന അജേഷ്, സെക്കൻഡ് ഏഞ്ചൽ മേരി അജോ. Standard 4 first Ivan Jacob Aju, Standard 4 first Ivan Jacob Aju, second Irene Jimmy. Standard 5 first Andrea Sijo, second Leon Sabi. പേര് വിളിക്കുന്നവർ മുന്നോട്ട് കയറി വന്ന് നിന്നാൽ എളുപ്പമായിരിക്കും. സ്റ്റാൻഡേർഡ് 5 ഫസ്റ്റ് ആൻഡ്രിയ സിജോ, സെക്കൻഡ് ലിയോൺ സാബി. സ്റ്റാൻഡേർഡ് 6 ഫസ്റ്റ് എൽഗ സിബി, സെക്കൻഡ് മെറിൻ ജിമി. Standard 6 first Elga Sibi, second Marin Jimmy. Class 7 first Jen Maria Jos, second Jane Alphonse Jos. Standard 8 first Ananya Sijo, second Alvia Sils. Standard 8 first Ananya Sijo, second Alvia Sils. Standard 9 first Rosanna Teresa Paez, second Anne Maria Biju. Standard 9 first Rosanna Teresa Paez, second Anne Maria Biju. Standard 10 first Arpita Isaac, second Anne Maria Sijo. First Arpita Isaac, second Anne Maria Sijo. ഏറെ തിരക്കുകൾക്കിടയിലും തൻ്റെ അനുഗ്രഹീതമായ സാന്നിധ്യം കൊണ്ട് നമ്മോടൊപ്പം ഇത്രയും സമയമായിരുന്ന ബഹുമാനപ്പെട്ട വികാരി അച്ഛന് സെന്റ് അൽഫോൻസ സൺഡേ സ്കൂളിൻ്റെ വക ഒരു സ്നേഹോപഹാരം നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സുപ്പീരിയർ അച്ഛനെ ക്ഷണിക്കുന്നു. എല്ലാ ദിവസവും വന്ന കുട്ടികളുടെ പേര് വിളിക്കുകയാണ്. റോസന്ന തെരേസ പയസ്, ജോസഫ് ബിനു,
പേര് വിളിക്കുന്ന കുട്ടികൾ മുന്നോട്ട് വരും. റോസന്ന തെരേസ പയസ്, ജോസഫ് ബിനു, അയോണ റോസ് ഫ്ലൈ, ആൽവിയ സിൽസ്, കൃപ മരിയ ബിജു, ജെയിൻ ആൽഫോൺസ് ജോസ്, എൽവിൻ പി മാർട്ടിൻ, എലിസബത്ത് ബിജു, തെരേസ ബിനു, ആൽവിയ സിൽസ്. നമ്മളൊരു പ്രത്യേക സമ്മാനം നൽകുകയാണ്. അതിനർഹയായിരിക്കുന്നത് അൽന മരിയ സിജോ. ഓൾറൗണ്ട് പെർഫോമൻസ് അൽന മരിയ സിജോ. സ്റ്റുഡൻറ് റോഷൻ റോയെ സമ്മാനം സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സമ്മാനാർഹരായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത്രയും സമയം നമ്മോട് കൂടി ആയിരിക്കുവാനായി ഏറെ തിരക്കുണ്ട് എന്ന് നമുക്കറിയാമെങ്കിലും തൻ്റെ സമയവും സാഹചര്യങ്ങളും എല്ലാം നമ്മോടൊപ്പം ചെലവഴിക്കുവാനായി നമ്മളോടുള്ള കരുതലിൻ്റെ ഭാഗമായി നമ്മോടൊപ്പം ഇത്രയും സമയമായിരുന്ന സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ഛന് ഏവരുടെയും പേരിൽ ഏറ്റവും ഹൃദ്യമായി നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഈ ഹൗസിൻ്റെ സുപ്പീരിയർ, അതുപോലെ നമ്മുടെ വേദപാഠത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഏറ്റവും സപ്പോർട്ടായി നിന്ന് പ്രവർത്തിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട സുപ്പീരിയർ അച്ഛൻ ഫാദർ അബ്രാഹം പാനിക്കുളങ്ങര അച്ഛന് ഏറെ സ്നേഹത്തോടുകൂടി നന്ദി അർപ്പിക്കുന്നു. ഈ സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടറായി തൻ്റെ സമയവും കഴിവും എല്ലാം നമുക്കായി ചെലവഴിക്കുന്ന, എപ്പോഴും നമ്മുടെ കൂടെയായിരുന്നു നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട സോണിയച്ഛന് ഏവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഈ സൺഡേ സ്കൂളിനെ ഇത്രയും മനോഹരമായി നടത്തിക്കൊണ്ടുപോകുവാനായിട്ട് ഏറ്റവും അധികം നമ്മെ സഹായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സാണ്. ഇവിടെ നമ്മുടെ ഓരോ പ്രോഗ്രാമും അവതരിപ്പിക്കുവാനായി അവർ നല്ല സമയവും അധ്വാനവും നടത്തിയിട്ടുണ്ട്. ഏവരുടെയും സഹകരണത്തിനും നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലുള്ള തീക്ഷ്ണതയ്ക്കും ഏറെ സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനായി കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിച്ച പ്രിയപ്പെട്ട എല്ലാ മാതാപിതാക്കന്മാർക്കും, പ്രത്യേകിച്ച് PTA പ്രസിഡന്റിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ പ്രോഗ്രാമെല്ലാം ചാനലിലേക്ക്, യൂട്യൂബ് ചാനലിലേക്ക് വേണ്ട ക്രമീകരണങ്ങളെല്ലാം നടത്തിയ സിസ്റ്റർ GA MSJയ്ക്കും ഏറെ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. എല്ലാറ്റിനും ഈ പ്രോഗ്രാമിൽ അനൗൺസ്മെൻറ്റ് ആദ്യമായിട്ട് നടത്തുന്നവരാണ് നമ്മുടെ രണ്ട് കൂട്ടുകാർ അതുൽ ബിനോയ്, ജെൻ മരിയ ജോസ്. രണ്ടുപേർക്കും ഏറെ ഹൃദ്യമായി നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വൈദിക ദിനം
ആഘോഷിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ചെറിയൊരു ഗിഫ്റ്റ് അച്ഛന്മാർക്കായി ഒരുക്കിയിട്ടുണ്ട്. അത് സ്വീകരിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട സുപ്രിയ അച്ഛനെ ക്ഷണിക്കുന്നു. സോമി അച്ഛനെ ക്ഷണിക്കുന്നു.